നാഥാ പ്രണാമം, നിത്യം പ്രണാമം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആകാശപ്പറവകളെ പരിപാലിക്കുകയും വയലിലെ പുഷ്പങ്ങളെ അണിയിക്കുകയും ദ്രാക്ഷാരസത്തിന് മാധുര്യം നൽകുകയും സായം സന്ധ്യയ്ക്ക് അരുണിമ പകരുകയും ചെയ്യുന്ന സർവ്വലോക നിയന്താവ് അവയേക്കാൾ എത്രയോ ഉപരിയായി നമ്മെ പേര് ചൊല്ലി വിളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്ന് ദിവസത്തിൽ 5 മിനിറ്റെങ്കിലും സ്നേഹപൂർവ്വം സ്മരിക്കുക. വചനാധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ വളരുവാൻ ഹൃദയ നൈർമല്യം പോലെ തന്നെ അതിപ്രധാനമായ ഒരാന്തരിക അവസ്ഥയാണ് ദൈവത്തിൻ്റെ പരിപാലനാത്മകമായ സ്നേഹത്തിന് സ്വയം കൈയാളിക്കുന്ന ആത്മീയ ദാരിദ്ര്യം. ഈ സ്നേഹത്തിൽ അനുദിനം വളർന്ന് ദൈവരാജ്യം സ്വന്തമാക്കുവാനും വിസ്തൃതമാക്കുവാനും മേരി മക്കൾക്ക് ഉത്തേജനം നൽകുന്ന, മേരി മക്കൾ ജീവിത പ്രമാണമാക്കിയിരിക്കുന്ന തിരുവചനമാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാകുന്നു എന്നത്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ആത്മാവിൻ്റെ ദാനങ്ങളിൽ ചിലത് നമുക്ക് സ്വന്തമായി സൂക്ഷിക്കുവാനും ചിലത് മറ്റുള്ളവർക്ക് നൽകുവാനുമുള്ളതാണ്. ഈ ദാനങ്ങൾ വഴി ഒരുവൻ ക്രിസ്തു സദൃശനായി തീരുന്നു. നമ്മുടെ സമൂഹ സ്ഥാപകനായ സ്നേഹബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലച്ചനെ സംബന്ധിച്ചാണെങ്കിലും ഇപ്രകാരം തന്നെയാണ്. ദൈവപിതാവിൻ്റെ പരിപാലനാത്മക സ്നേഹത്തിന് സ്വയം കൈയാളിക്കുക എന്നത് ആത്മീയ ദാരിദ്ര്യമുള്ളവൻ്റെ മുഖമുദ്രയാണ്. താൻ പൂർണ്ണമായിട്ടും ശൂന്യനാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് ദൈവത്താൽ നിറയപ്പെടുമ്പോഴാണ് ഒരുവൻ ആത്മാവിൽ ദരിദ്രനാവുക. സർവത്തെയും കീഴടക്കുന്ന ദൈവിക ശക്തിയാൽ ഒരുവൻ്റെ ബലഹീനതയും ഇല്ലായ്മയും ദൈവശക്തിയായും നിറവായും രൂപപ്പെടുന്ന അവസ്ഥയാണിത്. ദൈവത്തിൻ്റെ പരിപാലനാത്മകമായ സ്നേഹത്തിന് സമ്പൂർണമായ സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് തങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വല്യച്ഛൻ. ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വചനപ്രഘോഷണത്തിലൂടെ ദൈവരാജ്യം വിസ്തൃതമാക്കി സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്കും എത്തിച്ചേരാം.